പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വടക്കേ നടയിൽ കണ്ട ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. വടക്കേ നടയിൽ വളരെ കാഷ്വലായിട്ട് കണ്ട ഒരു ദൃശ്യം നമ്മുടെ റിപ്പോർട്ടർ, അതുവഴി പാസ് ചെയ്ത ഒരാൾ എടുത്ത് നമുക്ക് അയച്ചു തന്നതാണ്. അവർക്ക് അത് തെറ്റായി തോന്നി, നമുക്ക് കിട്ടിയപ്പോൾ നമുക്കും അത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്, ലോറിയാണ് കേട്ടോ, മിനി ലോറി പോലെ മണ്ണും കല്ലും കൊണ്ടുപോകുന്ന വാഹനം, ഒരു മിനി ടെമ്പോ ലോറി, അതായത് ഒരു മിനി ലോറി തന്നെ, അത് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. റോഡിൽ ഓൾറെഡി അവിടെ ഒരു വാഹനം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഈ വാഹനം നിർത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഗുരുവായൂരിലെ ഇന്നർ റിംഗ് റോഡ് വടക്കേ നട, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ വടക്കേ നടയിലൂടെ നമുക്ക് പ്രവേശിക്കാനുള്ളൊരു വഴിയുണ്ട്, അറിയാം. അവിടെ കുറേ ലോഡ്ജുകളുടെ ഇടയിലൂടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ, കുളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അതിൻ്റെ ഇപ്പുറത്തുള്ള കുറേ ലോഡ്ജുകൾക്ക് ഇടയിലായിട്ടാണ്, അവിടെയാണ്, ആ റോഡിലാണ്. ഇതൊരു വൺ വേ ആണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. ഈ വഴിയിലാണ് ഇത്തരമൊരു കാഴ്ച കണ്ടത്. അത് കിട്ടിയപ്പോൾ, ആ വിഷ്വൽ കിട്ടിയപ്പോൾ വളരെ ശരിയാണ്, പോസ്റ്റ് ചെയ്യേണ്ട വിഷ്വലായിട്ട് തോന്നി. കാരണം പ്രത്യേകം പറയാം, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിറയെ ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചേർത്ത് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവർ ചെയ്തത്, റോഡിൽ ഓൾറെഡി നിൽക്കുന്ന ഒരു വാഹനം, ഓൾറെഡി പാർക്ക് ചെയ്തൊരു വാഹനം അവിടെയുണ്ട്, അതിനോട് ചേർന്ന് വീണ്ടും കൊണ്ടുപോയി റോഡിൻ്റെ മധ്യഭാഗത്താണ് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ഒരു ബൈക്കോ അയാളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാറോ അയാളുടെ ഒരു സ്കൂട്ടറോ ഓട്ടോറിക്ഷ എന്തുമാവട്ടെ, എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ ഫൈൻ അടിക്കുകയും അതുപോലെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഗുരുവായൂർ. പാർക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്, അല്ലേ? അപ്പോൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഏതായാലും അതിനെതിരെ നടപടി ഉണ്ടാകണം. അതല്ലെങ്കിൽ അവിടെ അവർക്ക് അതിനുള്ള ഫൈൻ കൊടുക്കണം. അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന മേഖലയിലാണെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതിന് കൊണ്ടുവന്ന ലോറിയാണെന്നുള്ള ന്യായീകരണം ഇവർക്കുണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് പറയുക. ഇതിന് ചിലപ്പോൾ തെറിവിളികളുമായിട്ട് ലോറിക്കാരും ലോറികളുടെ സംഘടനകളൊക്കെ വരുമായിരിക്കാം. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് ശരിയായ രീതിയിലുള്ളൊരു പാർക്കിംഗ് ആണോ? അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള വന്ന വണ്ടിയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ സാധനം ഇറക്കിയ ശേഷം ഒതുക്കി ഇടുക, വണ്ടി ഒതുക്കി ഇടുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ആദ്യം തന്നെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുക. അല്ലാതെ റോഡിൽ മറ്റ് വാഹനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇത്രയും ധൈര്യത്തോടു കൂടി, വണ്ടിയിൽ ഒരു ഡ്രൈവർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വണ്ടി ഉടനെ ഒന്നും അവിടുന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ആ വണ്ടി ഓഫാക്കി ഇട്ടിരിക്കുന്നു, വണ്ടിയിൽ ആരുമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു സാധാരണക്കാരൻ ഒരു സ്കൂട്ടറോ ബൈക്കോ കൊണ്ട് പാർക്ക് ചെയ്താണെങ്കിൽ അവനെ അവിടുന്ന് വണ്ടി എടുത്ത് ഓടിപ്പിക്കും. അവിടുത്തെ കടക്കാരും അവിടെയുള്ള സെക്യൂരിറ്റിക്കാരും കൂടി, പോലീസുകാരുണ്ടെങ്കിൽ അവരും കൂടി ഈ വണ്ടി എടുത്ത് ഓടിപ്പിക്കും അവനെ കൊണ്ട്. ആ വണ്ടിക്ക് ഫൈൻ അടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അവനോട് എടുത്തുകൊണ്ട് പോകാൻ പറയും. ഇവിടെ വലിയൊരു ലോറി കൊണ്ട് ഇട്ടിട്ടും ആർക്കും ഒരു പരാതിയുമില്ല. ഒരു വാഹനങ്ങൾക്കും പരാതിയും പ്രശ്നവുമില്ല. ഒരു സെക്യൂരിറ്റിക്കാരനും പോലീസുകാരനും ആർക്കും പരാതിയില്ല. അപ്പോൾ എല്ലാ വാഹനങ്ങളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, എല്ലാ വാഹനങ്ങൾ ഓടിക്കുന്നവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. ലോറിക്കാരൻ കൊണ്ടിട്ടാലും ഫൈൻ കൊടുക്കുക, സ്കൂട്ടറുകാരൻ കൊണ്ടിട്ടാലും ഫൈൻ കൊടുക്കുക. അതല്ല, ലോറിക്കാരനെ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്കൂട്ടറുകാരനെയും സംരക്ഷിക്കുക. ആ സ്കൂട്ടർ അവിടെ വെച്ചോട്ടെ, ആ കാർ അവിടെ ഇട്ടോട്ടെ, കുഴപ്പമില്ല. നിങ്ങളെന്തിനാണ് ഫൈൻ അടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് ആക്രോശിക്കേണ്ട ആവശ്യമില്ല, വണ്ടികൾ ഇവിടെ ഇട്ടോട്ടെ. ഒരു റോഡിനെ ബ്ലോക്കാക്കുന്ന രീതിയിൽ മധ്യഭാഗത്ത് ഒരു ലോറി കൊണ്ട് ഇട്ടിട്ട് അതിന് ഒരാൾക്കും പരാതിയുമില്ല, അയാൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി വണ്ടി ഓഫ് ചെയ്ത് പോകാൻ കണ്ടില്ലേ കഴിയുന്നുവെങ്കിൽ എത്രത്തോളം മോശമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക്